കെ സുധാകരനും അടൂർ പ്രകാശും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തൊക്കെ ജാതിയില്ല എന്ന് പറഞ്ഞാലും ജാതീയമായ ചില നീക്കങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടാവാറുണ്ട്. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവാറുണ്ട്. ആ ജാതി സമവാക്യങ്ങൾ കൃത്യമായി പാലിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തീർച്ചയായും അടൂർ പ്രകാശ് അവിടുന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണം എന്ന് ആവശ്യം ഉന്നയിച്ചത് ആരാണ്? എവിടുന്നാണ് ആവശ്യം? വർക്കല ശിവഗിരിയിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, UDF മിനിസ്ട്രി വരികയാണെങ്കിൽ ഈ മിനിസ്ട്രിയിൽ ഈഴവ സമുദായത്തിൽ നിന്നും ഒരു പ്രഗത്ഭനായ ഒരു മന്ത്രിയാവാനുള്ള ആളുകൾ ഇല്ല എന്നുള്ളത്. ഇവിടെ ഈ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ശിവഗിരി മഠത്തിനെ തള്ളിക്കൊണ്ടൊന്നും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഇതിൽ വിലയിരുത്തിയിട്ടുണ്ട്. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, ഇപ്പോൾ കെ സുധാകരൻ വലിയ കോലാഹലമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുധാകരനും അടൂർ പ്രകാശും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള കാരണം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ എന്തൊക്കെ ജാതിയില്ല എന്ന് പറഞ്ഞാലും ജാതീയമായ ചില നീക്കങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടാവാറുണ്ട്. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവാറുണ്ട്. ആ ജാതി സമവാക്യങ്ങൾ കൃത്യമായി പാലിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം നമുക്കറിയാം, ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു അടൂർ പ്രകാശ്. ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടെങ്കിൽ പോലും അദ്ദേഹം എപ്പോഴും പിടിച്ചു നിന്നത് ഒരു സമുദായത്തിൻ്റെ പിൻബലമുള്ളത് കൊണ്ടാണ്. അപ്പം അദ്ദേഹം പരമ്പരാഗതമായി മത്സരിച്ചുകൊണ്ടുന്ന സീറ്റ് പിന്നീട് നഷ്ടപ്പെട്ട കാര്യം നമുക്കറിയാം. കോന്നി നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അടൂർ പ്രകാശ് അല്ല UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തീർച്ചയായും അടൂർ പ്രകാശ് അവിടുന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് നമ്മൾ വന്നൊരു വാർത്ത കൂടി എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണം എന്ന് ആവശ്യം ഉന്നയിച്ചത് ആരാണ്? എവിടുന്നാണ് ആവശ്യം? വർക്കല ശിവഗിരിയിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, UDF മിനിസ്ട്രി വരികയാണെങ്കിൽ ഈ മിനിസ്ട്രിയിൽ ഈഴവ സമുദായത്തിൽ നിന്നും ഒരു പ്രഗത്ഭനായ ഒരു മന്ത്രിയാവാനുള്ള ആളുകൾ ഇല്ല എന്നുള്ളത്, അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കേന്ദ്രത്തിൽ വെച്ച് ഇത് പരിശോധിക്കപ്പെടുന്നുണ്ട്, ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ വലിയ രീതിയിൽ UDFന് ദോഷം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കേണ്ടത് ഒരു സമുദായത്തെ കൂടെ നിർത്താനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ കാണണം. ഇപ്പം അടൂർ പ്രകാശിൻ്റെ കാര്യം പറയുമ്പോൾ പോലെ തന്നെയാണ് കെ സുധാകരൻ്റെ, കണ്ണൂരിലെ കെ സുധാകരന് രണ്ട് രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ ആരാധക വൃന്ദം ഈ കണ്ണൂരിലുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിന് അവിടെ എത്തുമ്പോൾ തീയന്മാരാണ്. അപ്പോൾ തീയന്മാരുടെ ഒരു വലിയ സപ്പോർട്ടും നേരത്തെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഈ രണ്ട് സമവാക്യങ്ങളും കൂടി ചേരുമ്പോൾ മാത്രമേ UDFന് അധികാരത്തിലേക്ക് വരാനുള്ള വോട്ട് കിട്ടുള്ളൂ. ഇപ്പം കണ്ണൂർ സീറ്റിൽ സുധാകരൻ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന സീറ്റ് പിന്നീട് അബ്ദുള്ളക്കുട്ടി ജയിക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടെന്താണ്, അവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയായതോടുകൂടി അദ്ദേഹത്തിൻ്റെ സീറ്റായി അത് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UDFന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലമായിട്ട് പോലും LDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടെ ജയിക്കുന്നു. ഈ കണ്ണൂരിൽ ഈ സീറ്റ് പിടിച്ചിടം വെക്കണമെങ്കിൽ സുധാകരൻ വരണം എന്നാണ് സുധാകരൻ്റെ ആരാധകരായ അവിടുത്തെ ഫാൻസ് ഗ്രൂപ്പുകാർ ആകുന്നത്. പക്ഷേ അത് സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഒരിക്കലും സുധാകരൻ സ്ഥാനാർത്ഥി ആവാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ശിവഗിരി മഠം ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാലോ, പല സമയത്തും ഇത്തരത്തിലുള്ള ഓർത്തഡോക്സ് സഭ നമ്മളെ പിന്തുണയ്ക്കുന്ന ആൾ വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല സഭകളും അല്ലെങ്കിൽ പല ജാതി സമവാക്യങ്ങളും NSSും SNDP ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളെ മുന്നോട്ട് വെക്കാറുണ്ട്. അത് LDFിലും UDFിലും ഉണ്ട് കേട്ടോ. നമ്മളെ ഒറ്റയിൽ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ ഒരു മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ സരസമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇതൊക്കെ ഒരു നാടകമാണ്. കാരണം ഇതൊരു നാടകം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് MPമാർക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ ഇവരെങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നാടകങ്ങൾ കളിക്കണം. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഇന്നലെ രാത്രിക്ക് ഡൽഹിയിൽ നിന്ന് കണ്ണൂർക്ക് വണ്ടി കയറിയത്. ഇന്ന് വാർത്താമാധ്യമങ്ങളിലെല്ലാം സുധാകരൻ മാത്രമായി. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടു പേർക്കിന് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സമ്മർദ്ദം ചെലുത്തി സീറ്റ് വാങ്ങി എന്നേ പറയത്തുള്ളൂ. പിന്നീട് ഇതിൻ്റെ പുറകെ വേറെയും 2-3 MPമാർ നിൽക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ, MK രാഘവൻ, ഈ പറഞ്ഞ KC വേണുഗോപാലിൻ്റെ വരെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. KC വേണുഗോപാലും ഞാൻ മത്സരത്തിന് ഇല്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നാടകമാണെന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിലും അദ്ദേഹം മത്സരിക്കാനില്ല
എന്ന് വളരെ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇവരുടെ കേസ് പോലെയല്ല നമ്മളിത്. ഇപ്പം KC വേണുഗോപാൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറയുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ MK രാഘവൻ മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറെ രാഷ്ട്രീയ മാനങ്ങളാണ്. പക്ഷെ ഇവിടെ ഈ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഏറ്റവും പ്രധാനം ഇപ്പം K ബാബുവും അടൂർ പ്രകാശും ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ. ഇത്തവണ K ബാബു മത്സരിക്കുന്നില്ല. അത് വലിയൊരു പോയിന്റാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് K ബാബു ഇത്തവണ മത്സരത്തിനില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പം അതിന് പകരമായി അത്രയും തലയെടുപ്പുള്ള ഒരു നേതാവ് ഈഴവഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ശിവഗിരി മഠത്തുനിന്ന് പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ്. CR മഹേഷും എനിക്ക് തോന്നുന്നു CR മഹേഷ് അങ്ങനെ ഒരു നമുക്ക് തള്ളാൻ പറ്റുന്ന ഒരാളല്ല. CR മഹേഷിന് വളരെ വലിയ സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. SNDP പോലുള്ള സംഘടനയുമായിട്ട് ഏറ്റവും നല്ല അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് CR മഹേഷ്. പക്ഷേ CR മഹേഷിന് ഓൾ കേരള അടിസ്ഥാനത്തിൽ തലയെടുപ്പില്ല എന്ന് നമ്മൾ കാണണം. അതാണ് വിഷയം. അപ്പോൾ അത്തരത്തിൽ തലയെടുപ്പുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ അടൂർ പ്രകാശ് വരേണ്ടതുണ്ട് എന്നുള്ളത് ഈഴവഭാഗത്തിന് പ്രത്യേക താല്പര്യമാണത്. ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ബഹുഭൂരിപക്ഷം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവവിഭാഗമാണ്. ഈഴവഭാഗത്തെ ഏതെങ്കിലും തരത്തിൽ പിണക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ എല്ലാ ആളുകളും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്താണ് പൊളിറ്റിക്സിൽ ഇടപെടുന്നത് എന്നുള്ളതായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ഈ കോടതി വിധിയോടുകൂടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയോടുകൂടി ഏറെക്കുറെ ശക്തി ക്ഷയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇത്തവണ വെള്ളാപ്പള്ളി നടേശനല്ല ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്, ശിവഗിരി മഠമാണ് എന്നുള്ളതാണ്. ശിവഗിരി മഠത്തെ തള്ളിക്കൊണ്ടൊന്നും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൂടി നമ്മൾ ഇതിൽ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും കാരണത്താൽ UDF അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ശിവഗിരി മഠത്തെ സംബന്ധിച്ചിട്ട് ഈഴവ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രി ഉണ്ടാവണം. അത് സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരായിരിക്കണം. ആ ഒരു കോൺഫിഡൻസ് തന്നെ ആയിരിക്കും K സുധാകരന്റെ മനസ്സിലുണ്ടാവും. തീർച്ചയായും. പിന്നെ മാത്രമല്ല ഇപ്പം അടൂർ പ്രകാശ് ഒരു MP മാത്രമല്ല UDFന്റെ കൺവീനർ കൂടിയാണ്. UDFന്റെ കൺവീനർ എന്ന് പറയുന്ന തരത്തിൽ തന്നെ സ്റ്റേറ്റിൽ കുറച്ചും കൂടി അധിക സമയം അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിർവചിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി ആയിക്കൂടാ എന്നില്ല. ഇപ്പോൾ അദ്ദേഹം MP ആണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ആണല്ലോ. തീർച്ചയായും KPCC ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് പാർലമെന്റിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് അദ്ദേഹം ഡൽഹിയിലാവുന്നു. അത് UDFന്റെ പ്രവർത്തനത്തെയൊക്കെ തകിടം മറിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തവണ നമ്മൾ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ന്യായീകരിക്കാം. തീർച്ചയായും. അപ്പോഴും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം പിന്നീട് കോൺഗ്രസിന് ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി. അതൊക്കെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായും. നമുക്കറിയാം ആറ്റിങ്ങൽ ഇലക്ഷന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നമ്മൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഓരോ സമയത്തും ആറ്റിങ്ങലിൽ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള ഘട്ടം വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് LDFന്റെ സ്ഥാനാർത്ഥി ഇതാ ജയിച്ചു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വളരെ തുച്ഛമായ വോട്ടിലാണല്ലോ അടൂർ പ്രകാശ് ജയിച്ചു. ചിലപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആറ്റിങ്ങൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയാൽ ഉറപ്പായും ആ മണ്ഡലം പോയി തന്നെയാണ്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അടൂർ പ്രകാശ് രാജിവെച്ച് മത്സരിക്കാൻ വേണ്ടി വരുന്നത് UDFനും കോൺഗ്രസിനും ഒരുപക്ഷെ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയം പരിഹരിക്കാൻ വേണ്ടി അടൂർ പ്രകാശിനെ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നേക്കാം എന്ന് തന്നെയാണ് എൻ്റെ. ഈ വെള്ളാപ്പള്ളി നടേശനപ്പോൾ ഈ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണ്. കാരണം കോൺഗ്രസിനകത്ത് വേണ്ടത്ര രീതിയിലുള്ളൊരു ഈഴവ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും, അതിലെന്താ സംശയം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ആ രീതി തെറ്റായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം വെള്ളാപ്പള്ളി നടേശൻ അതല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് UDFൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു സമുദായത്തെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേരളം പോലുള്ള സ്ഥലത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് വിമർശിക്കപ്പെട്ടതും ഈഴവ സമുദായത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിനെതിരെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ ഏതെങ്കിലും ഒരു സമുദായത്തെ ആക്രമിച്ചുകൊണ്ടല്ലല്ലോ അവരുടെ സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശന് തെറ്റുപറ്റിയത്. ഇപ്പം നമ്മൾ കണ്ടല്ലോ, വെള്ളാപ്പള്ളി നടേശൻ വലിയ മഹാമേരുവായി നിന്ന വെള്ളാപ്പള്ളി നടേശൻ 2 ദിവസമായിട്ട് മൗനത്തിലാണ്. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കോടതി വിധി വന്നതിന് ശേഷം ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഇല്ലാതായി. ആകപ്പാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് ഇപ്പോൾ ഒരു കേസിൽ തോറ്റു കഴിഞ്ഞാൽ എല്ലാ സ്വാഭാവികമായിട്ടും അവർ പെട്ടെന്ന് തന്നെ പറയുന്നത് എന്താണ്, നമ്മൾ അപ്പീൽ പോകുന്നതന്നെ. പക്ഷേ ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഏറ്റവും കൂടുതൽ വിലപേശിക്കൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശന് ഈ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദമുയർത്തുന്നു എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഒതുങ്ങിപ്പോയി എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇത് വലിയ വിഷയം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടൂർ പ്രകാശിന് സീറ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് SNDPക്കും അനിവാര്യമാണ്, അതുപോലെ തന്നെ ശിവഗിരി മഠത്തിന് അനിവാര്യമാണ്,
പല ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്കും ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകാൻ വേണ്ടിയുള്ള ചില പൊളിറ്റിക്കൽ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും കൂടി നമ്മളിൽ കാണേണ്ടി. ഇതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അടൂർ പ്രകാശ് മത്സരിക്കുന്ന സമയത്ത് ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ചില നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഞാൻ ഇതിൽ ഒരു കാര്യം പറയാം. അതായത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ശരിക്കും വലിയ രീതിയിൽ വലിയ ആരോപണങ്ങളൊക്കെ വന്നു. SIT എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ കുരുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ തെളിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ നീക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് സിബിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുകയും എങ്ങനെയെങ്കിലും കേസെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ കേസ് ഒരു തരത്തിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അടൂർ പ്രകാശുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ അത് അവിടെ അവസാനിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമായിരുന്നു. അദ്ദേഹം ചോദ്യം ചെയ്യാനല്ല വിളിപ്പിച്ചതും മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചതെന്നും ആയിരുന്നു പിന്നീട് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത്. പക്ഷേ പത്രമാധ്യമങ്ങൾ പിന്നീട് അത് വലിയ വാർത്തയായി കൊണ്ടുവരികയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ മാത്രമല്ല CPM-ന്റെയും LDF-ന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ ഉയർത്തി കൊണ്ടുവരും. ഇപ്പം നമുക്കറിയാം ശിവൻകുട്ടി മിനിസ്റ്റർ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വർണം കട്ടത് ആരപ്പ, സോണിയാഗാന്ധി ആണപ്പ എന്നൊക്കെയുള്ള പറയുന്നുണ്ട്. അപ്പൊ അടൂർ പ്രകാശ് ആണപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഒരു ഭാഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് കൗണ്ടർ അടിച്ചുകൊണ്ട് ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ മാത്രമേ നമ്മൾ അടൂർ പ്രകാശിനെതിരെയുള്ള ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോറ്റിയുമായിട്ടുള്ള ബന്ധവും ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ അങ്ങനെയാണെന്ന് മാത്രം കാണണം. അല്ലാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ ഏതെങ്കിലും രീതിയിൽ കുരുക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും ഇനി അങ്ങോട്ടേക്ക് അത്ര സാധ്യമല്ല എന്നുള്ളത് തന്നെ നമ്മളിൽ കാണേണ്ടത്. അപ്പൊ എനിക്കൊന്നും ഏകനം നമുക്ക് കാത്തിരിക്കാം, കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കാരണം അതിനുള്ളിൽ തന്നെ അറിയാൻ സാധിക്കും K. സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം തൽക്കാലത്തേക്ക് പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം.